ഇപ്പോൾ പശുവിൻ്റെ അടുത്ത് നമ്മുടെ സേഫ് ന്യൂസ് എത്തിയിട്ടുണ്ട്. പശുവിന് ഇന്നലെ ആ പശുവാണ് ഈ വഴിയെല്ലാം തെറ്റിച്ചത്. പശു പക്ഷേ വളരെ കൃത്യമായിട്ട് തിരിച്ചെത്തി. പശുവിനെ തേടിപ്പോയ നമ്മുടെ മായയും പാറുക്കുട്ടിയും ഡാർലിയും കുടുങ്ങുന്ന അവസ്ഥയെത്തി. ആ പശുവിനെ ഒന്ന് കാണിച്ച് സേഫു. ഇതൊന്നും അറിയാതെ നിൽക്കുന്നുണ്ടല്ലേ? പശുവിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പശുവിന്റെ ദൃശ്യങ്ങളിലേക്ക് വിജീഷ്. അതെ, ആ കറുത്ത പശുവാണല്ലേ? പശുവും പേടിച്ചിട്ടുണ്ടെന്നോ തന്നെ വനത്തിലൂടെയുള്ള ഒരു ദിവസത്തെ രാത്രി പശുവും വനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഓ അത് ശരി. ഒരു രാത്രി ഇല്ലല്ല, രാത്രി ബുധനാഴ്ച പോയതാണ്. ഞാൻ വൈകിട്ട് പോയ പശു ഇന്നലെ വൈകിട്ടാണ് തിരിച്ചെത്തിയത്. അതെ, ഇന്നലെ വൈകിട്ടാണ് തിരിച്ചെത്തിയത്. ഒരു രാത്രി വനത്തിലും കറങ്ങിയിട്ടാണ് വന്നത്. മായയെ പോലെ തന്നെ മായയുടെ പശുവും ഒരു രാത്രി വനത്തിൽ കഴിഞ്ഞ് വന്നതാണ്. അതെ, ഇതാണ് മായയും പാറുവിനെയും ഡാർലിയെയും വഴിതെറ്റിച്ച പശു. എന്തായാലും പശു തിരിച്ചു വന്നു. മായയ്ക്കും ഡാർലിക്കും കൃത്യസമയത്ത് വരാൻ സാധിച്ചില്ല. സേഫ് ഓക്കെ, സേഫിൻ്റെ മുഖത്തും ആ സന്തോഷമുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് സേഫ് റിലാക്സ് ചെയ്തിരിക്കുക. അപ്പോഴേക്ക് നമ്മുടെ പാറുക്കുട്ടിയും മായയും ഡാർലിയും ഒക്കെ തിരിച്ചു വരും. അവരോടൊക്കെ നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. എങ്ങനെയായിരുന്നു ഈ രാത്രികാല അനുഭവം എന്നുള്ളത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല, ആ പ്രദേശത്തെ മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് എല്ലാവരുടെയും കണ്ണിൽ അവർ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ണീരാ വരിക. സന്തോഷാശ്രുക്കൾ എന്ന് നമ്മൾ പറയില്ലേ, അതായത് കാത്തിരുന്നിട്ട് മനുഷ്യരെ കണ്ടെത്തുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നാട്ടുകാർ ഒരുമിച്ച് പങ്കിടുകയാണ്. അതിരുകളില്ലാതെ മതിലുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങൾ പോലെ. അപ്പോൾ അത്ര ഇഴചേർന്ന് ജീവിച്ച മനുഷ്യരാണ്. അതുകൊണ്ട് മായ വിളിച്ചപ്പോൾ ഡാർലിയും പോയി, പാറുക്കുട്ടിയും പോയി. പാറുക്കുട്ടിയും മായയും ബന്ധുക്കളാണ്, ഡാർലി ഇവരുടെ ബന്ധുവല്ല. പക്ഷേ എങ്കിൽ പോലും മായയുടെ പശുവിനെ തിരഞ്ഞു പോയ ഡാർലിയും ആ ഡാർലിയെ തിരഞ്ഞിരുന്ന പാറുക്കുട്ടിയുടെ കുടുംബവും ഒക്കെ വ്യത്യസ്ത അനുഭവങ്ങളാവുകയാണ് ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൽ. എന്തായാലും ആശ്വാസകരമായ വാർത്ത. ഒരു രാത്രി മുഴുവൻ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു, തീരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നാട്ടുകാർക്കൊപ്പം.